നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 1998 മുതൽ BJPയുടെ ശക്തി ദുർഗവും കാവിക്കോട്ടയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏത് തരംഗം BJPക്ക് പ്രതികൂലമായി വന്നാലും ഒരിഞ്ച് പോലും അണുവിട അവരെ കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന BJPയുടെ ഉരുക്കുകോട്ടയായ ഗുജറാത്തിൽ 2017 അവരുടെ താളം തെറ്റിക്കുന്ന മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയത്. വാസ്തവത്തിൽ നഗരമേഖലയിലുള്ള ഇടുങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ നേടിയെടുത്ത മുന്നുന്ന ഒരു മുന്നേറ്റം അതിൻ്റെ ഒരു ശക്തിയിലാണ്. നിയമസഭാ സെഗ്മെൻറ്റുകളുടെ കാര്യം നോക്കിയാൽ 6ഓളം വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ ലീഡ്, ആ 6 ലോക്സഭാ സെഗ്മെൻറ്റുകൾ അടങ്ങുന്ന നിയോജക മണ്ഡലങ്ങളിൽ കിട്ടിയ നേരിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് 99 സീറ്റുകളുമായി വിജയ് റൂപാണി അന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. എന്നാൽ 2022 BJPയെ കാത്തിരുന്നത് മൃഗീയ ഭൂരിപക്ഷമാണ്. 4-3 ഭൂരിപക്ഷവുമായി ഭേദഗതികൾ പോലും നടത്താൻ കഴിയുന്ന രീതിയിൽ നിയമസഭയിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കോൺഗ്രസിനെ തകർത്ത് കളഞ്ഞു. എന്താണെന്ന് സംഭവിച്ചത്? ഇപ്പോൾ BJP ഏറ്റവും വലിയ ശക്തമായി ഓരോ സംസ്ഥാനങ്ങളിലും, ബീഹാറിലടക്കം, മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒഡീസയിലും ഒക്കെ അവരുടെ മുഖ്യമന്ത്രിമാരെ എത്തിച്ചു. ഏറ്റവും ഒടുവിൽ ബംഗാളിൽ സുവേദു അധികാരി BJPയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ കുത്തിത്തിരിപ്പ് കാരണം നഷ്ടമായതാണ് ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ ആധിപത്യം. ആ ആധിപത്യം മെല്ലെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന് സർവേ ഫലങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, കോൺഗ്രസ് അധികാരത്തിലുള്ളത് 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അതിൽ ഉത്തരേന്ത്യയിലാകെ ഹിമാചൽ പ്രദേശിൽ ഒഴികെ മറ്റൊരിടത്തും കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടില്ല. ഹരിയാനയിൽ കിട്ടുമെന്ന് കരുതിയില്ല. ഉത്തരാഖണ്ഡിൽ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും ലഭിച്ചില്ല. അവർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായി. ഇനി നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് 2027 നടക്കുന്നത് 7 സംസ്ഥാനങ്ങളിലേക്കാണ്. അതിൽ 5 ആദ്യ പാദത്തിൽ നടക്കുന്നു, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്നുവെങ്കിൽ നവംബറോടെയാണ് ഗുജറാത്തിലും ഹിമാചലിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്നത്. ആ ഗുജറാത്തിൽ ഇക്കുറി കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കോൺഗ്രസ്സിന് ഉണ്ടാകുന്നൊരു പോരായ്മ അവരുടെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ്. എപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ നേരിയ ഒരു കുറവ് അവരെ പലയിടത്തും പിന്നോട്ടടിക്കുന്നു. BJP സർവേ ഫലങ്ങളെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയോ ഒക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെ പോലും തള്ളിക്കളയുന്നത്? ഒരു പരിധിവരെ ആ ആത്മവിശ്വാസക്കുറവാണ് ഹരിയാനയിലും അതുപോലെ ഉത്തരാഖണ്ഡിലും ഒക്കെ കണ്ടത്. അതിൻ്റെ മാറ്റം പതിയെ 2027 തുടങ്ങുന്നതോടെ മാറുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്.